ഇങ്ങനെ കേസിൽ ഹൈക്കോടതി പറഞ്ഞു എന്നാണ് ഞാനൊന്നും ആഹ്വാനം ചെയ്തിട്ടില്ല. അത് BJP ആഹ്വാനം ചെയ്ത ഹർത്താലും ആയിരുന്നില്ല. അപ്പം ഇങ്ങനെ നിയമത്തെ ഈ നിലയ്ക്ക് ദുരുപയോഗം ചെയ്യുന്ന, ദുരുദ്ദേശത്തോടെ പെരുമാറുന്ന കേരളം, ഈ കേരളം എന്നുള്ള അപമാനകരമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് കേരളത്തിൻ്റെ ഇതൊക്കെ നാളെ ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ളവർ പഠിക്കും. കോടതികളിൽ നിരന്തരമായിട്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം ഞാനിതെല്ലാം പഠിച്ചതിന് ശേഷമാണ് നിങ്ങളോട് പറയാനിടയായിട്ടുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് ഇമ്മീഡിയറ്റ്ലി രാജഗോപാലിൻ്റെ പേരിലും എന്നെപ്പോലുള്ള ആൾക്കാരുടെ പേരിലുള്ള കേസുകൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നെങ്കിൽ അത് ഉടനടി എല്ലാവരുടെ കേസുകളും പിൻവലിക്കണം. ശബരിമലയുടെ എല്ലാ കേസുകളും പിൻവലിക്കണമെന്നാണ് എൻ്റെ ഒരാവശ്യം. രണ്ടാമത്തെ ആവശ്യം, ഇതിൽ ഒരുപാട് യാതന അനുഭവിച്ചിട്ടുണ്ട്, അവർക്ക് നഷ്ടപരിഹാരം നൽകണം. ഇന്ന പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാരെല്ലാവരും നാളെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്താൽ പ്രതികളാകണമെന്ന്. അപ്പം നമ്മളിതൊക്കെ സത്യത്തിൻ്റെ ട്രൂത്ത് ഈസ് ഗോഡ്, സത്യമാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. രാജഗോപാലിൻ്റെ പേരുള്ള കേസ് എന്നെ തളർത്തിയിരിക്കുകയാണ്. അഭിഭാഷക വൃത്തിയിലേക്ക് ഞാൻ തിരിച്ച് എത്തുന്ന നിമിഷങ്ങളാണിത്. ബാർ കൗൺസിലൊക്കെ അതിനുള്ള തീരുമാനം എടുക്കാനായിട്ടുള്ള അപേക്ഷ കൊടുത്തെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് രാജഗോപാലിൻ്റെ കേസായിരിക്കും എൻ്റെ ആദ്യ വക്കാലത്ത്. ഈ കേസിൽ ഇത് റദ്ദ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചാൽ ആ കോമ്പൻസേഷന് വേണ്ടിയുള്ള ശ്രമവും എല്ലാം നടത്തുന്നത് ഞാനായിരിക്കും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ. എൻ്റെ ആദ്യത്തെ വക്കാലത്ത് ഈ ഗവർണർ സ്ഥാനം കഴിഞ്ഞ ശേഷം ഇന്ത്യയിൽ ആരും പ്രാക്ടീസിന് പോകാറില്ല. ഞാൻ പോകാൻ ഉള്ള ശ്രമത്തിലാണ്. ആ ശ്രമത്തിൽ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റെടുക്കുന്ന ആദ്യത്തെ വക്കാലത്തെ എൻ്റെ ബഹുമാനായ, കേരളം ബഹുമാനിക്കുന്ന രാജഗോപാൽജിയുടേതാണ് എന്നുകൂടി പറയാനാണ്.